സാർ പേടിയാകുന്നു, പഠിക്കാനൊന്നും തോന്നുന്നില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന മക്കളോടാണ്. മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് അല്ല SSLC ആണെങ്കിലും +1 ആണെങ്കിലും +2 ആണെങ്കിലും. പക്ഷേ ഇവിടെ നിങ്ങൾ നേടുന്ന മാർക്കും ഗ്രേഡുമാണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങളെ സേഫായിട്ട് വെക്കാൻ സഹായിക്കുക. SSLC പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ SSLCയിൽ നേടുന്ന A+കളുടെ ബേസിലാണ് നിങ്ങൾക്ക് +1-ൽ ഏത് സ്കൂളിൽ ഏത് സ്ട്രീമിന് അഡ്മിഷൻ ലഭിക്കും എന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാനുള്ള റീസൺ നമ്മളുടെ പർപ്പസിനെ കുറിച്ച് ഇപ്പോഴും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തർക്കും സക്സസ്ഫുൾ ആകേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ എടുത്ത് പഠിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഓരോ സ്റ്റെപ്പും സേഫായിട്ട് വെക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ മുന്നിൽ ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമുക്ക് ഉഴപ്പാനുള്ള സമയം ഇനി ഇല്ല. കാരണം ജനുവരി 2ാം വാരമാകുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു IT മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി ആദ്യ വാരം തന്നെ ITയുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 16-ാം തീയതി നിങ്ങളുടെ SSLC മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി SSLCയുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ മോഡൽ എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ SSLCയിൽ പഠിക്കാനുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും നമുക്ക് പഠിച്ച് തീർക്കേണ്ടതുണ്ട്. ഒരു തവണ പഠിച്ച് തീർത്താൽ മാത്രം പോരാ, നമുക്കത് പല ആവർത്തി റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് SSLCയിലെ ഫുൾ A+ അല്ലെങ്കിൽ +2-ൽ നിങ്ങൾ നേടുന്ന ഫുൾ മാർക്കോ അല്ല ലൈഫിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തും ഒരുപാട് സാധ്യതകളും ഒരുപാട് ടേണിംഗ് പോയിൻറ്റുകളും നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതൊരു വലിയ കോമ്പറ്റീഷനാണെന്ന് മനസ്സിലാക്കുക. 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ സീറ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കസേര അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ +1-ൽ നിങ്ങൾ എത്തുന്ന സമയത്താണ് നിങ്ങൾ ആ കോമ്പറ്റീഷൻ എന്താണെന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ മനസ്സിലാക്കി തുടങ്ങുക. അത് കഴിഞ്ഞ് +2 കഴിയുമ്പോൾ ഡിഗ്രിക്കാണെങ്കിലും കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് പേരോട് മത്സരിക്കേണ്ടതുണ്ട്. ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പിന്നിലായി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മളാകുന്നത് പോലെ നമ്മളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്നിടുക. റിസൾട്ടിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട. നമ്മുടെ എഫേർട്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളൊക്കെ ഉണ്ടാകും. ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.